Good evening, children. Let us start with Unit 4, Flowers and Showers. So, in this unit, we are going to deal with The Nightingale and the Rose by Oscar Wilde and A Day in the Country by Anton Chekhov, and two poems, Song of the Flower and First Shower. So, here we can see some pictures, and also there's thoughts. Yes, this deer think itself as a little girl, and this tree, it's an old one, and it think about itself as a grandpa, and it's your grandpa. It thought about itself as our grandpa. Then here these clouds, they think about itself as an elephant. So ഓരോരുത്തരുടെയും തോട്ട് ഫോംസ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ ഓരോരുത്തരും ഇവൻ നമ്മൾ കാണുന്ന ഒരു വ്യൂ പോയിന്റിലല്ലാതെ ഒരു ഡിഫറെൻറ്റ് വ്യൂ പോയിന്റിൽ നമ്മൾ നോക്കി കാണുമ്പോൾ നമുക്ക് എന്തെല്ലാം വ്യത്യാസങ്ങളാണ് കാണുക, അല്ലെങ്കിൽ അവനവനെക്കുറിച്ച് ഒരാൾ ഡിഫറെൻ്റായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു നൈറ്റിംഗേളിനെ കാണുകയാണ്, നമ്മളൊരു രാക്കുയിലിനെ കാണുകയാണെങ്കിൽ, രാക്കുയിൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൺലി എ ബേർഡ്, റൈറ്റ്? ബട്ട് അറ്റ് ദ സെയിം ടൈം ദാറ്റ് ബേർഡ് ഹാസ് ഡിഫറെൻറ്റ് ഡയമെൻഷൻസ്, അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഉണ്ടെന്ന് പറയാം നമുക്ക്. അത് ഒരു പോയറ്റാണ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അത് നമ്മളെ ഹാപ്പി ആക്കുന്ന ഒരു ബേർഡാണ്, നേച്ചറിൻ്റെ ഫ്രണ്ടാണ്. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് കാണാം. അപ്പോൾ ഒരു പോയറ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ നേച്ചറിലെ ഓരോന്നിനെയും ഓരോ കാര്യത്തെയും ഡിഫറെൻ്റായിട്ട് നോക്കിക്കാണും. ഈവൻ നമ്മൾ വരെ നമ്മളെ എങ്ങനെയാണ് പല രീതിയിൽ, ഇവിടെ ഒരു ബോയിനെ കാണിക്കുന്നുണ്ട്. എ ബോയ്, ഹി തിങ്ക് അബൌട്ട് ഹിംസെൽഫ് ആസ് എ ലയൺ. Yes, sometimes we have to think about ourselves. Yes, we are lion, we are courageous. നമ്മൾ കറേജിയസ് ആണ്, നമ്മൾ വി ആർ എ ലയൺ ലൈക്ക് ഹീറോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ചില അവസരങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇറ്റ് ഡിപ്പെൻസ് എങ്ങനെയാണ് നമ്മളുടെ തോട്ട് ഫോംസ്, നമ്മളുടെ ആറ്റിറ്റ്യൂഡ്സൊക്കെ നമ്മൾ ഓരോ ടൈം ബൈ ടൈം നമ്മൾ വേരി ചെയ്യും. ഹിയർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് എ song of the flower, and it's by very creative poet Khalil Gibran. Khalil Gibran's poem, Khalil Gibran is really, he's a Lebanese artist, poet and a writer, and his work The Prophet, is an example of inspirational fiction, including a series of philosophical essays written in poetic English prose. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ലോകം മുഴുവൻ അദ്ദേഹത്തെ ഫേമസ് ആക്കിയതെന്നും പറയാവുന്ന ഒരു വർക്കാണ് ദ പ്രോഫറ്റ്. അതിൽ മുഴുവനും, ആ പ്രോഫറ്റ് എന്ന വർക്കിൽ മുഴുവനും നമ്മൾ കാണുന്നത് ഫിലോസഫിക്കലായിട്ടുള്ള ധാരാളം പോയട്രി നമുക്ക് കാണാം. ആ ഓരോ പോയട്രിയും നമ്മളോട് ഡിഫറെൻറ്റ് ഫിലോസഫീസ് കൺവേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഓരോ ഫിലോസഫിയും നമ്മളെ ഒത്തിരി ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ഫിലോസഫിയുമാണ് താനും. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു സിമ്പിൾ പോയട്രിയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ആ ഒരു പോയട്രി വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് ക്രിയേറ്റീവ് ഹി ഈസ്, അല്ലെങ്കിൽ ഹൗ മച്ച് ഹി ക്യാൻ ബ്രിങ് അസ് ടു എ ഡിഫറെൻറ്റ് വേൾഡ്. എങ്ങനെ അദ്ദേഹത്തിന് നമ്മളെ എങ്ങനെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളെ വേറൊരു രീതിയിൽ എങ്ങനെ ചിന്തിപ്പിക്കാൻ പറ്റുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ വർക്കിൽ നിന്ന് തന്നെ അദ്ദേഹം പ്രൂവ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ് us see. Here, does a flower have any importance in nature? ഒരു പൂവിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ ഈ പ്രകൃതിയിൽ എന്നാണ് നമ്മളോടൊരു ക്വസ്റ്റ്യനായിട്ട് നമ്മളോട് ഇൻട്രൊഡക്ഷനിൽ ചോദിക്കുന്നത്. ഹാവ് യു എവർ തോട്ട് ഓഫ് ദിസ്? Imagine that a flower can speak about itself and how it can become a part of nature. So
എങ്ങനെയാണ് ഒരു ഫ്ലവർ ഈ നേച്ചറിൻ്റെ ഭാഗമായിട്ടിരിക്കുകയെന്ന് അത് തന്നെ നമ്മളോട് പറയുകയാണെങ്കിൽ, ആ ഫ്ലവർ തന്നെ നമ്മളോട് പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും എന്നുള്ളതാണ് ഇവിടെ ഈ പോയട്രിയിലൂടെ നമ്മളോട് ഖലീൽ ജിബ്രാൻ നമ്മളോട് പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ലെറ്റ് us see. It's a very beautiful poem. So first I would like to tell you, you just have to visualize what you are reading. Then only you can enjoy the poem to the maximum. ഓരോ ലൈൻ ബൈ ലൈൻ പോകുമ്പോഴും യു ജസ്റ്റ് വിഷ്വലൈസ്. നിങ്ങളൊന്ന് അതിനെ ഒന്ന് മനസ്സിൽ കാണുക. ആ ഒരു സീനിനെ അല്ലെങ്കിൽ ആ ഒരു ബ്യൂട്ടിയെ ഒക്കെ മനസ്സിൽ കാണുമ്പോഴാണ് നമുക്കതിൻ്റെ സൗന്ദര്യത്തെ മുഴുവനായിട്ടും നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ചും ഇത് ഖലീൽ ജിബ്രാൻ്റെ പോയതുകൊണ്ട് തന്നെ നമ്മളെ ശരിക്കും ആ ഒരു വിഷ്വലൈസേഷനിലേക്ക് കൊണ്ടുപോകുന്നൊരു പോയട്രിയാണ്. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും അത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് തന്നെ എൻജോയ് ചെയ്യാം. So let us see. I am a kind word uttered and repeated by the voice of nature. I am a star fallen from the blue tent upon the green carpet. I am the daughter of the elements, with whom winter conceived, to whom spring gave birth. I was reared in the lap of summer, and I slept in the bed of autumn. So let us look through each line and line by line. I am a kind word uttered and repeated by the voice of nature. So I am only a kind word. I am a word. You can simply consider me as a word, and that word is repeatedly uttered by the nature. അത് ഞാനൊരു സിമ്പിൾ വേർഡാണ്. നേച്ചറിൽ ഒരു സിമ്പിൾ വേർഡാണ് ഞാൻ. യെസ്, ഫ്ലവർ എന്നുള്ളതിന് ഫ്ലവർ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദമാണ്. ആ പദം പ്രകൃതി കനിഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു പദമാണ് ഫ്ലവർ, അല്ലേ? ഐ ആം എ കൈൻഡ് വേർഡ് അട്ടേർഡ് ആൻഡ് റിപ്പീറ്റഡ് ബൈ ദ വോയിസ് ഓഫ് നേച്ചർ. നേച്ചറാകുന്ന ശബ്ദം റിപ്പീറ്റഡായി പാടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റിപ്പീറ്റഡായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ശബ്ദമാണ്, ഒരു വേർഡാണ് ഞാൻ. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? യെസ്, ഇൻ നേച്ചർ ഹിയർ ആൻഡ് ദെയർ വി ക്യാൻ സീ ഫ്ലവേഴ്സ്. അപ്പോൾ ആ ഒരു നേച്ചറിൻ്റെ ബ്യൂട്ടിയെയാണ് അവിടെ സിഗ്നിഫൈ ചെയ്തിരിക്കുന്നത്. സോ ഹിയർ the third line, I am a star fallen from the blue tent upon the green carpet. I am a star. ഞാനൊരു സ്റ്റാറാണ്. എങ്ങനെയാണ്? I am a star fallen from the blue tent. Fallen from the star. നിങ്ങൾ just imagine a sky and a blue sky. You just imagine a blue sky, and then and in that blue sky you can see a star. Just imagine you can see a star, and just again imagine a green carpet of nature. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നല്ല പച്ച പരവതാനി വിളിച്ച പോലെ കിടക്കുന്ന ഒരു പുൽത്തകിടി. ആ പുൽത്തകിടിയിലേക്ക് ഈ സ്റ്റാർ വീണ് കിടക്കുന്ന പോലെയാണ്. ഈ നീലാകാശത്തിൽ നിന്നും വീണ് കിടക്കുന്ന ഒരു സ്റ്റാർ പോലെയാണ് ഈ പൂവ് എന്ന് പറയുന്നത്. ഗ്രീൻ കാർപ്പറ്റിൽ വീണ് കിടക്കുന്ന പൂവെന്ന് പറയുന്നത്, ഗ്രീൻ കാർപ്പറ്റിൽ ഇടയിൽ മാത്രമായി കാണുന്ന ആ ഒരു പൂവെന്ന് പറയുന്നത് ബ്ലൂ സ്കൈൻ്റെ ഇടയിൽ നമ്മൾ കാണുന്ന സ്റ്റാർസ് പോലെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ബ്ലൂ ടെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്കൈനെയാണ്, ഗ്രീൻ കാർപ്പറ്റ് ഉദ്ദേശിക്കുന്നത് നേച്ചറിനെയാണ്. നേച്ചർ ഗ്രീൻ പ്ലെയിൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രീൻ ഗ്രാസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ദെൻ അടുത്തതായി പറയാൻ നോക്കുക. ഐ ആം ദ ഡോട്ടർ ഓഫ് എലമെൻറ്റ്സ്, വിത്ത് ഹൂം വിൻഡർ കൺസീവ്ഡ്, ടു ഹൂം ദ സ്പ്രിംഗ് ഗേവ് ബർത്ത്, ആൻഡ് റിയേർഡ് ഇൻ ദ ലാപ്പ് ഓഫ് സമ്മർ, ആൻഡ് ഐ സ്ലെപ്റ്റ് ഇൻ ദ ബെഡ് ഓഫ് ഓട്ടം. ഐ ആം ദ ഡോട്ടർ ഓഫ് എലമെൻറ്റ്സ്. ഞാൻ ഈ പ്രകൃതിയുടെ അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു പഞ്ചഭൂതങ്ങളുടെയൊക്കെ ഒരു സൃഷ്ടിയാണ് ഞാൻ. ഈ പ്രകൃതിയുടെ
ഓരോ എലമെൻസിൻ്റെയും സൃഷ്ടിയാണ് ഞാൻ. അതിൽ വിത്ത് ഹൂം ദ വിൻ്റർ കൺസീവ്ഡ്, വിൻ്ററാണ് എന്നെ കൺസീവ് ചെയ്തത്. കൺസീവ് ചെയ്യാന്ന് പറഞ്ഞാൽ യെസ്, ഗർഭം ധരിച്ചത് അല്ലേ. ടു ഹൂം സ്പ്രിങ് ഗേവ് ബർത്ത്, സ്പ്രിങ് സീസണാണ് എനിക്ക് ജന്മം നൽകിയത്. ആൻഡ് ഐ വാസ് റിയേർഡ് ഇൻ ദ ലാപ്പ് ഓഫ് സമ്മർ. റിയേർഡ് മീൻസ് ബ്രിങ് അപ്പ്, ഫോസ്റ്റർ, വളർത്തിക്കൊണ്ടുവന്നത്. എന്നെ വളർത്തിക്കൊണ്ടുവന്നത് ആരുടെ മടിത്തട്ടിലാണ്? സമ്മറിൻ്റെ മടിത്തട്ടിലാണ് എന്നെ വളർത്തിക്കൊണ്ടുവന്നത്. ആൻഡ് ഐ സ്ലെപ്റ്റ് ഇൻ ദ ബെഡ് ഓഫ് ഓട്ടം. ഞാൻ മരിച്ചു വീണത് ആരുടെ മടിയിലേക്കാണ്? ഓട്ടത്തിൻ്റെ ഇല പൊഴിയുന്ന സീസണായ ഓട്ടത്തിൻ്റെ മടിത്തട്ടിലേക്കാണ് ഞാൻ മരിച്ചു വീഴുന്നത്. അപ്പോൾ ഒരു പൂവിൻ്റെ ജനനം മുതൽ അതിൻ്റെ ഗർഭാവസ്ഥ മുതൽ അതിൻ്റെ മരണം വരെയുള്ളതാണ്. ആ ഓരോ സീസണിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ എങ്ങനെയാണ് അത് ഒരു പൂവാവുന്നതെന്നും ആ പൂവായി അതിൻ്റെ വളർച്ച എങ്ങനെയാണെന്നും അത് പൂവായി വിരിയുന്ന എങ്ങനെയാണെന്നും അതിൻ്റെ വളർച്ച എങ്ങനെയാണെന്നും അത് അവസാനം ഇല്ലാതാവുന്നത് എങ്ങനെയാണെന്നും എല്ലാം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. 4 സീസണിലൂടെ ഇവിടെ കടന്നു പോകുന്നുണ്ട്. ഏതൊക്കെയാണ്? സമ്മർ, സ്പ്രിങ്, വിൻ്റർ ആൻഡ് ഓട്ടം. അപ്പോൾ അതിൽ നമുക്കറിയാം എങ്ങനെയാണ് കടന്നു പോകുന്നതെന്ന് നോക്കാം. വിത്ത് ഹൂം, വിൻ്ററിലാണ് മുട്ടുകൾ ഉണ്ടാവുക. അതിനുശേഷം സ്പ്രിങ് സീസൺ എന്ന് വെച്ചാൽ വസന്തകാലത്തിലാണ് നമ്മൾ കാണുന്നതല്ലേ, പൂക്കൾ വിരിഞ്ഞ് നമ്മൾ കാണുക. പൂക്കൾ വിരിഞ്ഞ് കായായി മാറുന്നത്, അല്ലെങ്കിൽ പൂക്കൾ അതിൻ്റെ മാക്സിമത്തിലേക്ക് എത്തുന്നത് സമ്മർ സീസണിലാണ്. സമ്മർ സീസൺ എന്ന് വെച്ചാൽ വേനൽക്കാലം. ആ ഒരു വേനൽക്കാലത്തിൻ്റെ സമയത്താണ് പൂക്കൾ വിരിഞ്ഞ് കായായി മാറുന്നത്. പൂക്കളിൽ നിന്ന് മാറി അതിൻ്റെ മാക്സിമം അവസ്ഥയിലേക്ക് ആ പൂ മാറുന്നതും സമ്മർ സീസണിലാണ്. ഈ ഓട്ടം സീസണിലാണ് ഇലകളെല്ലാം പൊഴിഞ്ഞ് പൂക്കളെല്ലാം പൊഴിഞ്ഞു വീഴുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നോക്കി, വിത്ത് ഹൂം, ആ വിൻ്റർ നമ്മുടെ പ്രകൃതിയുടെ ഭാഗങ്ങളാണ് ഈ സീസൺസ് എല്ലാം. ഈ ഓരോ സീസൺസും പ്രകൃതിയുടെ ഭാഗങ്ങളാണ്. അപ്പോൾ ഓരോന്നിലൂടെയും കടന്നു പോകുമ്പോൾ ആ പൂവിനുണ്ടാകുന്ന മാറ്റങ്ങൾ, ആ പൂവിൻ്റെ വളർച്ചയുടെ മാറ്റങ്ങളാണ് നമ്മളോട് പറയുന്നത്. ഒന്നുകൂടി നോക്കാം. ഐ ആം ദ ഡോട്ടർ ഓഫ് എലമെൻറ്റ്സ് വിത്ത് ഹൂം വിൻ്റർ കൺസീവ്ഡ്. വിൻ്ററാണ്, മഞ്ഞുകാലമാണ് എന്നെ ഗർഭം ധരിച്ചത്. വസന്തകാലമാണ് എനിക്ക് ജന്മം നൽകിയത്. സ്പ്രിങ്ങർ ഗേവ് ബർത്ത് ടു മീ ആൻഡ് ഐ വാസ് റിയേർഡ്, ഐ വാസ് ഫോസ്റ്റേർഡ്. ഞാൻ വളർന്നു വലുതായത് വേനൽക്കാലത്തിൻ്റെ മടിത്തട്ടിലാണ്. ആൻഡ് ഐ സ്ലെപ്റ്റ് ഇൻ ദ ബെഡ് ഓഫ് ഓട്ടം. ഞാൻ മരിച്ചു വീണത്, സ്ലെപ്റ്റ്, ഐ ജസ്റ്റ് സ്ലീപ്പ് ഫോർ എവർ വെൻ ഇറ്റ് ഈസ് ഓട്ടം. ഓട്ടം എന്ന് പറയുന്ന ഓട്ടം സീസൺ, ശിശിരകാലത്തിലാണ്, ഇല പൊഴിയുന്ന ശിശിരകാലത്തിലാണ് ഞാൻ എന്നേക്കുമായിട്ടുള്ള എൻ്റെ ഉറക്കം തുടങ്ങിയത്. അടുത്ത സ്റ്റാൻസ് നോക്കാം. അറ്റ് ഡോൺ ഐ യുണൈറ്റ് വിത്ത് ബ്രീസ് ടു അനൗൺസ് ദ കമ്മിങ് ഓഫ് ലൈറ്റ്. അറ്റ് eventide I join the birds in bridging the light farewell. At dawn, at early morning. Dawn means early morning. I unite with breeze. early morning ഞാൻ എന്ത് ചെയ്യുന്നു? ഐ ജസ്റ്റ് യുണൈറ്റ് വിത്ത് ബ്രീസ്. ഞാൻ മന്ദമാരുതനുമായി കൂട്ടുകൂടുന്നു. ടു അനൗൺസ് ദ കമ്മിങ് ഓഫ് ലൈറ്റ്. പ്രകാശത്തിൻ്റെ വരവിനെ അറിയിക്കാനായി ഞാൻ മന്ദമാരുതനോടൊത്ത് കൂട്ടുകൂടുന്നു. ആൻഡ് അറ്റ് eventide means evening. At evening time I join the birds. I join with the birds. ബേർഡ്സ് എങ്ങനെയാണോ കൂട്ടിലേക്ക് അവർ സന്ധ്യാനേരമാകുമ്പോൾ ഓരോ കൂടുകളിലേക്ക് അവർ ചേക്കേറുന്നത്, ആ കിളികളോടൊപ്പം ഞാൻ എന്ത് ചെയ്യും? ആ കിളികളോടൊപ്പം പാറി നടന്ന് ഞാൻ എന്ത് ചെയ്യും? ലൈറ്റിന്, അത്രയും നേരം ഉണ്ടായിരുന്ന പ്രകാശത്തിന് ഞാൻ ഫെയർവെൽ പറയും. ഫെയർവെൽ മീൻസ് ജസ്റ്റ് ഗുഡ് ബൈ. സോ മോർണിംഗ് സീസണിൽ മന്ദമാരുതനോടൊപ്പം നമ്മൾ രാവിലെ തന്നെ എഴുന്നേൽക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ പൂക്കളുടെ സ്മെല്ലൊക്കെ, നമ്മുടെ വീട്ടിൽ നല്ല പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ പൂക്കളുടെ സ്മെല്ലൊക്കെ ഫീൽ ചെയ്യും അല്ലേ. അപ്പോൾ ആ ചെറിയ മന്ദമാരുതനോടുകൂടി ആ പൂക്കൾ അതിൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. യെസ്, അറ്റ് early morning I start my journey with the breeze to announce why I am traveling. Just to announce the coming of light. പ്രകാശത്തിൻ്റെ വരവിനെ അറിയിക്കാനായിട്ടാണ് ഞാൻ
പ്രകാശത്തിൻ്റെ വരവിനെ അറിയിക്കാനാണ് ഞാൻ മന്ദമാരുതനോടൊപ്പം യാത്ര ചെയ്യുന്നത്. വൈകുന്നേരങ്ങളിലോ അറ്റ് ഈവനിങ് ടൈഡ് ഐ ജോയിൻ വിത്ത് ദ ബേർഡ്സ്, ഞാൻ കിളികളോടൊപ്പം കൂട്ടുകൂടി ആ ലൈറ്റിന്, അത്രയും നേരം പ്രകാശിച്ചു കൊണ്ട് നിന്നിരുന്ന ആ ലൈറ്റിന് ഫെയർവെൽ ഞാൻ പറയും. ദെൻ അടുത്ത സ്റ്റാൻസ് നോക്കുക. ദ പ്ലെയിൻസ് ആർ ഡെക്കറേറ്റഡ് വിത്ത് മൈ ബ്യൂട്ടിഫുൾ കളേഴ്സ് ആൻഡ് ദ എയർ ഈസ് സെൻറ്റഡ് വിത്ത് മൈ ഫ്രാഗ്രൻസ്. ദ പ്ലെയിൻസ് മീൻസ് ദ ലാൻഡ്സ്, നീണ്ട് നിവർന്ന് കിടക്കുന്ന നിരപ്പായ സ്ഥലങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ദ പ്ലെയിൻസ് ആർ ഡെക്കറേറ്റഡ് വിത്ത് മൈ ബ്യൂട്ടിഫുൾ കളേഴ്സ്. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നല്ല എന്താ ഗ്രീൻ കളേർഡായി കിടക്കുന്ന നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ചില സമയത്ത് കാണാം അല്ലേ, നിരന്ന് നിൽക്കുന്ന പുൽത്തകിടിയിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പലതരത്തിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രകൃതി രമണീയമായ ഒരു കാഴ്ചയാണ്. അപ്പോൾ അതുപോലെ ദ പ്ലെയിൻസ് ആർ ഡെക്കറേറ്റഡ് വിത്ത് മൈ ബ്യൂട്ടിഫുൾ കളേഴ്സ്. ദ എയർ ഈസ് സെൻറ്റഡ് വിത്ത് മൈ ഫ്രാഗ്രൻസ്. എയർ എപ്പോഴും സുഗന്ധത്തോടു കൂടിയിരിക്കുന്നു. എങ്ങനെ? എൻ്റെ ഫ്രാഗ്രൻസ് കൊണ്ട്. As I embrace slumber, the eyes of night watch over me. As I awaken, I stare at the sun, which is the only eye of the day. As I embrace slumber means sleep. As I embrace means hug. As I hug the sleep, the eyes of night watch over me. ഞാൻ ഉറങ്ങുമ്പോൾ എന്താണ്? രാത്രി എനിക്ക് കാവലിരിക്കുന്നു. നൈറ്റ് വാച്ച് ഓവർ മീ. നമ്മൾ ആലോചിച്ച് നോക്കുക, പൂവ് ഉറങ്ങുന്നത് ആലോചിച്ച് നോക്കുക. കണ്ണും മൂക്കും ഒക്കെയുള്ള സുന്ദരമായൊരു പൂവ് ഉറങ്ങുന്നത് ആലോചിക്കുക, രാത്രിയിൽ ഉറങ്ങുന്നത് ആലോചിക്കുക. രാത്രി ആ പൂവിന് കാവലിരിക്കുന്നു. ആൻഡ് ആസ് ഐ അവേക്കൻ ഐ സ്റ്റെയർ അറ്റ് ദ സൺ വിച്ച് ദ ഓൺലി ഐ ഓഫ് ദ ഡേ. ഞാൻ എഴുന്നേൽക്കുമ്പോഴോ ഐ അവേക്കൻ ഐ സ്റ്റെയർ അറ്റ് ദ സൺ. Stare means I just look completely, full time ആ സണ്ണിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കും ഞാൻ. അതെന്താണ്? ആ സണ്ണിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് കവി? ദ ഓൺലി ഐ ഓഫ് ദ ഡേ. ദിവസത്തിൻ്റെ ഏക കണ്ണായ, അല്ലെങ്കിൽ ദിവസം മുഴുവനും തുറന്നിരിക്കുന്ന കണ്ണായ ആ സൂര്യനെ ഞാൻ എഴുന്നേറ്റ് വൈകുന്നേരമാവുന്നത് വരെ ഞാൻ ആ സൂര്യനെ, ദിവസത്തിൻ്റെ കണ്ണായ സൂര്യനെ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കും. ഐ ഡ്രിങ്ക് ഡ്യൂ ഫോർ വൈൻ ആൻഡ് ഹെർക്കൻ ടു ദ വോയിസ് ഓഫ് ബേർഡ്സ്. The voice of birds and dance to the rhythmic swaying of grass. I drink dew for wine. Dew for means tiny drops of moisture. അല്ലേ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കാണാം ഇലകൾക്ക് മേലും പൂക്കളുടെ മേലും ഒക്കെ നിൽക്കുന്ന മഞ്ഞത്തുള്ളി. അതാണ് ഞാൻ വൈൻ പോലെ ഞാൻ കുടിക്കുന്നത്, അതാണ്. ആൻഡ് ഹെർക്കൻ മീൻസ് ലിസൺ. ഐ ലിസൺ ടു ദ വോയിസസ് ഓഫ് ബേർഡ്സ്. I ever listen to the voices of birds and dance to the rhythmic swaying of grass. ഞാൻ എന്ത് ചെയ്യും? ആ ശബ്ദത്തിന് ഞാൻ കാതോർക്കും. അതോടൊപ്പം തന്നെ ബേർഡ്സിൻ്റെ കളകളാര ശബ്ദങ്ങൾക്ക്, ബേർഡ്സിൻ്റേതായ ആ കൊഞ്ചൽ ശബ്ദങ്ങൾക്ക് ഞാൻ കാതോർക്കും. അതോടൊപ്പം തന്നെ റിഥമിക് സ്വേയിങ് ഓഫ് ദ ഗ്രാസ്. റിഥമിക് സ്വേയിങ് മീൻസ് ഇവിടെ മൂവിങ് ടുവേർഡ്സ് വൺ സൈഡ് ആൻഡ് ദെൻ ടു ദ അതർ സൈഡ്, അതാണ് ഉദ്ദേശിക്കുന്നത് സ്വേയിങ്. അപ്പോൾ ചെറിയ കാറ്റ് വീശുമ്പോൾ എങ്ങനെയാണോ ഓരോ പുൽമേടുകൾ അല്ലെങ്കിൽ പുല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചരിഞ്ഞും ഒക്കെ ആടുന്നത്, ആ ഗ്രാസിൻ്റെ ഒപ്പം ഞാൻ ഡാൻസ് ചെയ്യും. അപ്പോൾ എന്താണ് ഞാൻ വൈനായിട്ട് കുടിക്കുന്നത്? യെസ്, ഐ ഡ്രിങ്ക് ഡ്യൂ ഫോർ വൈൻ ആൻഡ് ഐ ലിസൺ ടു ദ വോയിസസ് ഓഫ് ബേർഡ്സ്. ബേർഡ്സിൻ്റെ വോയിസിന് ഞാൻ കാതോർത്തിരിക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഗ്രാസിൻ്റെ സ്വേയിങ്, ഗ്രാസിൻ്റെ ആ ചാഞ്ചാടലിനോടൊപ്പം ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കും. നല്ലൊരു ഡാൻസ് ഞാൻ അവരുടെ ഒപ്പം ചെയ്യും. ഐ ആം ദ ലവേഴ്സ് ഗിഫ്റ്റ് ആൻഡ് ദ വെഡ്ഡിങ് റീത്ത്. ഓരോ ലവറിൻ്റെയും ഗിഫ്റ്റാണ് ഞാൻ. ഐ ആം ദ വെഡ്ഡിങ് റീത്ത്. വെഡ്ഡിങ് റീത്ത് മീൻസ് റീത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ബൊക്കെ ആണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. ഐ ആം ദ വെഡ്ഡിങ് റീത്ത്. ഇപ്പോൾ വെഡ്ഡിങ് സമയത്ത് കൊടുക്കുന്ന ആ ഒരു ബൊക്കെയാണ് ഞാൻ. ഐ ആം ദ മെമ്മറി ഓഫ് എ മൊമെൻറ്റ് ഓഫ് ഹാപ്പിനെസ്. ഒരു നിമിഷത്തിൻ്റെ
സന്തോഷമാണ് ഞാൻ. ഐ ആം ദ ലാസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ദ ലിവിങ് ടു ദ ഡെഡ്. ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് കൊടുക്കുന്ന അവസാന സമ്മാനമാണ് ഞാൻ. ഐ ആം എ പാർട്ട് ഓഫ് ജോയ് ആൻഡ് പാർട്ട് ഓഫ് സോറോ. ഞാൻ ഒരേ സമയം സന്തോഷത്തിൻ്റെ സമ്മാനവുമാണ്, അതോടൊപ്പം തന്നെ ദുഃഖത്തിൻ്റെയും ഭാഗമാണ്. സന്തോഷത്തിലും ഞാനുണ്ട്, ദുഃഖത്തിലും ഞാനുണ്ട്, അല്ലേ? എന്തിലൊക്കെയുണ്ട്? ചിലപ്പോഴൊക്കെ ഞാനൊരു ലവറിൻ്റെ ഗിഫ്റ്റാണ്, ചിലപ്പോഴൊക്കെ ഞാൻ ഒരു വെഡ്ഡിങ്ങിൽ ഒരു കല്യാണത്തിൻ്റെ ബൊക്കെ ആയിട്ട് ഞാനുണ്ട്. സംടൈംസ് ഒരു നിമിഷത്തിൻ്റെ ഹാപ്പിനെസ് ആയിട്ട് പലരും എന്നെ കൊണ്ടുപോകാറുണ്ട്. ഏതെങ്കിലും ഒരു ഗിഫ്റ്റായിട്ട് ഞാൻ ഒരു നിമിഷത്തിൻ്റെ സന്തോഷത്തിലേക്കായിട്ട് ഞാൻ പലരുടെയും ഭാഗമാകാറുണ്ട്. ആൻഡ് ഐ ആം ദ ലാസ്റ്റ് ഗിഫ്റ്റ്. സങ്കടത്തിലാണെങ്കിലോ ഞാൻ പലപ്പോഴും ജീവിച്ചിരിക്കുന്നവരുടെ, മരിച്ചവർക്കുള്ള അവസാന ഗിഫ്റ്റാണ് ഞാൻ. ഐ ആം എ പാർട്ട് ഓഫ് ജോയ് ആൻഡ് പാർട്ട് ഓഫ് സോറോ. ഒരേ സമയം തന്നെ ഞാൻ സന്തോഷത്തിലും സങ്കടത്തിലും പങ്കുചേരുന്നു. ബട്ട് ഐ ലുക്ക് അപ്പ് ഹൈ ടു ദ സീ ഓൺലി ദ ലൈറ്റ് ആൻഡ് നെവർ ലുക്ക് ഡൗൺ ടു സീ മൈ ഷാഡോ. ദിസ് ഈസ് ദ വിസ്ഡം വിച്ച് മാൻ മസ്റ്റ് ലേൺ. പക്ഷേ ഞാൻ എപ്പോഴും എന്ത് ചെയ്യും? ഐ ലുക്ക് ഹൈ ടു സീ ഓൺലി ദ ലൈറ്റ്. ഐ എവർ വോണ്ട് ടു സീ ദ ലൈറ്റ്. ഐ എവർ വോണ്ട് ടു സീ ദ ഗുഡ് സൈഡ് ഓഫ് മൈ ലൈഫ്. I ever want to be optimistic. Optimistic means ever positive, be a good positive thinker, and never look down to see my shadow. I never want to see my negative side. Shadow means a negative side of life. This is the wisdom, this is the wise thing, this is the wise message I have to given to the man, which man must learn from me. So as a symbol of nature, as a symbol of nature, I am giving this message to the human. And many times human ever be negative or pessimistic. So a human never want to be like that. A human ever want to be optimistic. A human ever want to be think high and look high. Look high to the positive side of the life. Never want to be നെഗറ്റീവ്, നെവർ വോണ്ട് ടു ബി പെസിമിസ്റ്റിക് എന്നുള്ളൊരു മെസ്സേജാണ് നമ്മളോട് ഒരിക്കലും മനുഷ്യനോട് ആ പൂവിന് നൽകാനുള്ള മെസ്സേജ് എന്താണ്? എപ്പോഴും നീ ശുഭപ്രതീക്ഷയോടെ ഇരിക്കുക. നീ എപ്പോഴും നിൻ്റെ ജീവിതത്തിൻ്റെ നല്ലതിനെ മാത്രം ചിന്തിക്കുക. നല്ലൊരു നാളേക്ക് വേണ്ടി പ്രതീക്ഷിക്കുക. അല്ലാതെ നെഗറ്റീവ് തിങ്കിങ് കൊണ്ട് നിൻ്റെ മനസ്സിനെ നീ നിറയ്ക്കരുത്. നീ എപ്പോഴും നല്ല ചിന്തകളോടുകൂടി ഇരിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഹ്യൂമന് ആ പൂവ് നൽകുന്നത്.